കേറാൻ പറ്റല്ലേ? ഇത് ഓഫ് ചെയ്തിട്ടുണ്ടല്ലോ. Good afternoon. ഓക്കെ, അപ്പൊ നമ്മള് ഇന്നലെ വെള്ളിയാണ് അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതാ നോക്കിയത്? ഔട്ട്കംസ് ആണ്. സെലക്ഷൻ ഡിസിഷന്റെ ഔട്ട്കംസ്. അതിൽ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ഏതാണ്? ട്രൂ പോസിറ്റീവ് ആണ്. ട്രൂ പോസിറ്റീവ് എന്ന് പറഞ്ഞ എന്താണ്? The candidate chosen was best fit for the job and has performed and the success as expected is indicated by the true positive or indicated by dash. അങ്ങനെ ഡാഷ് വരുന്ന രീതിയിൽ അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞു നോക്കുന്നത്? അവിടെ നമുക്ക് തിരഞ്ഞെടുത്ത കാൻഡിഡേറ്റ്സ് ജോലിക്ക് ഏറ്റവും അനുയോജ്യനാണെന്നും പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുകയും അതില് ആ കാൻഡിഡേറ്റ്സ് വിജയിക്കുകയും ചെയ്തു. അതാണ് ട്രൂ പോസിറ്റീവ് എന്ന് പറയുന്നത്. തിരഞ്ഞെടുത്ത കാൻഡിഡേറ്റ്സ് ആ ജോലിക്ക് ബെസ്റ്റ് ഫിറ്റ് ആണ്. ഓക്കെ, അതാണ് ട്രൂ പോസിറ്റീവ് എന്ന് പറയുന്നത്. ഇനി അത് ട്രൂ പോസിറ്റീവിനെ എന്താ പറയുന്നത്? ട്രൂ പോസിറ്റീവ് ഡിസിഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഹൈ ഹിറ്റ്. ബ്രാക്കറ്റിൽ കണ്ടില്ലേ? അതും കൂടി നോട്ട് ചെയ്യണം കേട്ടോ. ട്രൂ പോസിറ്റീവ് selection, true positive selection decision is known as high hit. Then രണ്ടാമത്തെ നോക്കിയേ, true negative reflect the rejection of the candidates. True negative എന്താ റിഫ്ലക്ട് ചെയ്യുന്നത്? True negative എന്ന് പറഞ്ഞാൽ the rejection of candidates. Candidatesനെ റിജക്ട് ചെയ്യാണ്. എന്തിനെ ബേസ് ചെയ്തിട്ടാ? Based on the perception that he or she will fail in future and is incapable to perform the respective job. എന്താ? ഭാവിയിലേക്ക് ആ കാൻഡിഡേറ്റ്സ് പരാജയപ്പെടുമെന്നും ആ ജോലി നിർവഹിക്കാൻ കഴിവില്ല എന്നുള്ള അനുമാനത്തില് കാൻഡിഡേറ്റ്സിനെ നിരസിക്കപ്പെടുന്നതാണ് ട്രൂ നെഗറ്റീവ് ഡിസിഷൻ. ഔട്ട്കം ആണ് നമ്മൾ പറയുന്നത്. True negative എന്താ റിഫ്ലക്ട് ചെയ്യുന്നത്? The rejection of the candidates based on the എന്തിനെ ബേസ് ചെയ്തിട്ടാ? Perception that he or she will fail in future. ഭാവിയില് അവര് പരാജയപ്പെടുന്നു. പിന്നെ അതുപോലെ തന്നെ ഇനി അവർക്ക് ജോലി നിർവഹിക്കാൻ, ഭാവിയിൽ ആ ജോലി നിർവഹിക്കാൻ കഴിവില്ല എന്നുള്ള അനുമാനത്തില് കാൻഡിഡേറ്റ്സിനെ നിരസിക്കപ്പെടുന്നതിനെയാണ് ട്രൂ നെഗറ്റീവ് ഡിസിഷൻ എന്ന് പറയുന്നത്. അവിടെ ഡാഷ് ഇടണം. അത് ഡാഷ് റിഫ്ലക്ട് ദ റിജക്ഷൻ ഓഫ് ദ കാൻഡിഡേറ്റ്സ്. ഏത് ഡിസിഷൻ ആണ്? ട്രൂ നെഗറ്റീവ് ഡിസിഷൻ. ഇന്നലെ നമ്മൾ എഴുതി വെച്ചില്ലേ? അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. ഇത് ടെക്സ്റ്റിലുണ്ട്. ഞാൻ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് ഒന്ന് നോട്ട് ചെയ്യാൻ പറഞ്ഞതാണ്. എന്താണ് രണ്ടാമത്തെ ട്രൂ നെഗറ്റീവ് എന്ന് പറഞ്ഞ? ആ റോളിന് ഗുഡ് ഫിറ്റ് അല്ലാത്തത് കൊണ്ട് കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യുന്നു. ഓക്കെ, ആ റോളിന് ഫിറ്റ് അല്ലാത്തത് കൊണ്ട് കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യുന്നു? റിജക്ട് ചെയ്യുന്നു. അതാണ് ട്രൂ നെഗറ്റീവ് ഡിസിഷൻ എന്ന് പറയുന്നത്. ആ സെന്റൻസ് നിങ്ങൾ അതുപോലെ തന്നെ അണ്ടർലൈൻ ചെയ്തിരിക്കുക. ഇനി നോക്കിയേ, നമ്മൾ ട്രൂ നെഗറ്റീവ് നോക്കിയേ, കണ്ടോ? ആ ടേബിളിൽ നോക്കിയേ, ട്രൂ നെഗറ്റീവ് ഈ ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് എന്താ? ഫെയിലിയർ ആണ്. ഭാവിയിൽ പരാജയപ്പെടുമെന്ന് വിചാരിച്ച് റിജക്ട് ചെയ്തതാണ്. അപ്പൊ ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന്
ഫെയിലിയർ പ്രിഡിക്റ്റഡ്. ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് ഫെയിലിയർ പ്രിഡിക്റ്റഡ്. കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് ഫെയിലിയർ, അവര് റിജക്ട് ചെയ്തില്ലേ, കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്തു, അതുകൊണ്ട് കാൻഡിഡേറ്റ്സ് പരാജയപ്പെട്ടു. അതില് കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് ഫെയിലിയർ ആണ്. കണ്ടോ, ട്രൂ നെഗറ്റീവ് നമ്മൾ പറഞ്ഞില്ലേ, താഴെയുള്ളത് ഓർഗനൈസേഷനെ ബേസ് ചെയ്ത് നോക്കണം. ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് ഫെയിലിയർ പ്രിഡിക്ട് ചെയ്തു, കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് ഫെയിലിയർ ആയി. ഇനി അടുത്തത് നോക്കിയേ, അണ്ടർലൈൻ ചെയ്തില്ലേ, ട്രൂ നെഗറ്റീവ് സെന്റൻസ് തന്നെ അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. അണ്ടർലൈൻ ചെയ്തോ സെന്റൻസ്? ഇനി അടുത്തത് നോക്കിയേ, ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഫോൾസ് നെഗറ്റീവ് ഇറർ ആണ്. ഫോൾസ് നെഗറ്റീവ് ഇറർ നോക്കിയേ എന്താണ്? ദ റിജക്ഷൻ ഓഫ് ദ കാൻഡിഡേറ്റ്സ് ഹു കുഡ് ഹാവ് സക്സീഡ് based on failure prediction is reflected by the false negative error. Underline ചെയ്തു വെച്ചോട്ടോ. ആ സെന്റൻസ് അതുപോലെ തന്നെ അണ്ടർലൈൻ ചെയ്യാം. Reflected by dash അങ്ങനെ ചോദിക്കാം. The rejection of the candidates who would have succeeded based on the failure prediction is reflected by dash. അപ്പൊ എന്ത് എഴുതും? ഫോൾസ് നെഗറ്റീവ് ഇറർ. ഫോൾസ് നെഗറ്റീവ് ആണ്. അതായത് നമ്മള് പരാജയ പ്രവചനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ശരിക്കും ഒരു വിജയിക്കാൻ സാധ്യതയുള്ള ഒരു കാൻഡിഡേറ്റ്സ്, പരാജയ പ്രവചനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ഫോൾസ് നെഗറ്റീവ് ഇറർ ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഫോൾസ് നെഗറ്റീവ് പരാജയ പ്രവചനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് വിജയിക്കാൻ സാധ്യതയുള്ള ഒരു കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യുന്നു. അതാണ് റിജക്ഷൻ ഓഫ് ദ കാൻഡിഡേറ്റ്സ്. അതെന്താ? അയാള് വിജയിക്കാൻ സാധ്യതയുള്ള ഒരാളാണ്. അതൊന്ന് നോട്ട് ചെയ്യാട്ടോ. Who would have success based on failure prediction. വിജയിക്കാൻ സാധ്യതയുള്ള ഒരാളെ എന്ത് ചെയ്യുന്നു? ഈ പരാജയ പ്രവചനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് നിരസിക്കുന്നു, റിജക്ട് ചെയ്യുന്നു. അതാണ് ഫോൾസ് നെഗറ്റീവ് ഇറർ എന്ന് പറയുന്നത്. ഫോൾസ് നെഗറ്റീവ് ഇറർ. നിങ്ങളുടെ ആ നോട്ട് ചെയ്യുന്നോട് തോന്നിട്ട് ഫോൾസ് നെഗറ്റീവ് എന്ന് എഴുതിക്കേ. സിമ്പിൾ ആയിട്ടൊന്ന് എഴുതി വെച്ചവിടെ. അവിടെ എങ്ങനെ എഴുതാം നമുക്ക്? മികച്ച പ്രകടനം പെർഫോമൻസ് കാഴ്ച വെക്കാമായിരുന്ന. പേജ് നമ്പർ എത്രയാണ് നിങ്ങളുടെ? 26 ആണോ കിടക്കുന്നേ? ഒന്ന് നോട്ട് ചെയ്യാട്ടോ. ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ഷോർട്ട് ചെയ്ത് എഴുതി വെക്കാം. മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്ന, കാഴ്ചവെക്കാമായിരുന്ന, മികച്ച പ്രകടനം കാഴ്ചവെക്കാമായിരുന്ന ഒരു ആപ്ലിക്കൻസിനെ നിരസിക്കുന്നു. നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കൻസിനെ നിരസിക്കുന്നു. An applicant who would have performed well is rejected. നന്നായിട്ട് പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യുന്നു. അതാണ് ഫോൾസ് നെഗറ്റീവ്. ഫോൾസ് നെഗറ്റീവ് ഇറർ. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒന്ന് നോട്ട് ചെയ്തെടുത്തോ നിങ്ങള്? മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അവിടെ നോക്കിയേ, നമ്മൾ ഇനി ആ ടേബിളിലേക്ക് വന്നേ. ഫോൾസ് നെഗറ്റീവ് നോക്കിയേ അവിടെ. ഫോൾസ് നെഗറ്റീവ് ഇറർ. അപ്പൊ നോക്കിയേ, ഈ ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് ഫെയിലിയർ പ്രിഡിക്റ്റഡ്. ഓർഗനൈസേഷൻ ഫെയിലിയർ പ്രിഡിക്റ്റ് ചെയ്തു. Then കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് നോക്കിയേ, എന്താ? സക്സസ് ആണ്. കാൻഡിഡേറ്റ്സ് സക്സസ് ആണ്. മികച്ച പ്രകടനം വെക്കാൻ പറ്റും, അവർക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്ന കാൻഡിഡേറ്റ്സ് ആണ് കണ്ടോ. അപ്പൊ ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഫെയിലിയർ പ്രിഡിക്റ്റഡ്, ദെൻ കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ സക്സസ്. അത് ടേബിളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളേ. ഓക്കെ, ആ ടേബിളിലേക്ക് തിരിച്ചു വരിക കേട്ടോ. ആ സെന്റൻസ്, നമ്മളൊരു സെന്റൻസ് ഞാനൊന്ന് നോട്ട് ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അത് മനസ്സിലാവാൻ വേണ്ടിയാണ്. എന്താണ് ഫോൾസ് നെഗറ്റീവില് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചത്?
മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്ന കാഴ്ചവെക്കാമായിരുന്ന ഒരു ആപ്ലിക്കൻസിനെ റിജക്ട് ചെയ്തു. ഓക്കെ, ഇനി ആ ടേബിൾ നോക്കിയേ. ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് ടേബിൾ നോക്കിയേ. ഫെയിലിയർ പ്രെഡിക്റ്റഡ്. കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് നോക്കിയേ സക്സസ്. ഞാൻ അവിടെ എഴുതി വെക്കാൻ പറഞ്ഞില്ലേ, ഫെയിലിയർ പ്രെഡിക്റ്റഡ് എന്നുള്ള അവിടെ ഓർഗനൈസേഷനിൽ എഴുതണം. നമ്മുടെ സക്സസ് ഫെയിലിയർ എന്നുള്ളിടത്ത് കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് നോക്കണം നമ്മൾ അവിടെ. കാൻഡിഡേറ്റ്സ് ഇന്നലെ പറഞ്ഞതാണത്. കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് നോക്കാം. ഇനി ലാസ്റ്റ് നോക്കിയിനി ഫോൾസ് പോസിറ്റീവ് ഇറർ ആണ്. ഓക്കെ, ഫോൾസ് പോസിറ്റീവ് ഇറർ അതും അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ആ 4 സെന്റൻസ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കി വെക്കാം. False positive error is a situation when a candidate is selected on the basis that he or she, on other hand, does not come up to the expectation. എന്താ പറഞ്ഞേക്കുന്നേ? False positive error എന്താ പറഞ്ഞേക്കുന്നത്? False positive error എന്താ പറഞ്ഞേക്കുന്നത്? പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തതിന്റെ പേരിൽ, ആ ഓർഗനൈസേഷൻ പ്രതീക്ഷിച്ചതുപോലെ ഉയരാത്തതിന്റെ പേരിൽ does not come up to the expectation. എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രതീക്ഷ അല്ലെ? ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാൻഡിഡേറ്റ്സിനെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഫോൾസ് പോസിറ്റീവ് എറർ. പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തതിന്റെ പേരിൽ കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യമാണ് ഫോൾസ് പോസിറ്റീവ് എറർ. ആ സെന്റൻസ് അതുപോലെ തന്നെ അണ്ടർലൈൻ ചെയ്യാം. ഇനി നമ്മൾ ആ നോട്ട് ചെയ്തതെടുത്തേ, അവിടെ ഒന്ന് എഴുതി വെച്ചേ. ഫോൾസ് പോസിറ്റീവ് എറർ എന്ന് എഴുതിക്കേ. ഫോൾസ് പോസിറ്റീവ് എറർ ഞാൻ പറയുന്നത് നോട്ട് ചെയ്യണ്ടോ? ഒറ്റ സെന്റൻസ് ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ഇത് ഇച്ചിരി വലുതാക്കി തന്നേക്കുന്നത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇച്ചിരി കൂടി ക്ലിയർ ആവാൻ വേണ്ടി ഷോർട്ട് ചെയ്ത് പറഞ്ഞതാണ്. ഒന്ന് നോട്ട് ചെയ്യാൻ കേട്ടോ. അതായത് ഫോൾസ് പോസിറ്റീവിന് എഴുതിയോ? എന്നിട്ട് അവിടെ ഒന്ന് എഴുതി വെച്ചേ. നിയമിക്കപ്പെട്ട ഒരു കാൻഡിഡേറ്റ്സ് പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിൽ പരാജയപ്പെട്ടു. എന്താ പറഞ്ഞേക്കണേ? നിയമിക്കപ്പെട്ട ഒരു കാൻഡിഡേറ്റ്സ്, ഓർഗനൈസേഷൻ നിയമിച്ച ഒരു കാൻഡിഡേറ്റ്സ് പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിൽ പരാജയപ്പെട്ടു. അങ്ങനെ എഴുതിക്കും. ഓർഗനൈസേഷൻ നിയമിച്ചിട്ടുള്ള കാൻഡിഡേറ്റ്സ് പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെച്ചില്ല. അവര് പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിൽ പരാജയപ്പെട്ടു. അതാണ് ഇത് ഫോൾസ് പോസിറ്റീവ്. എ കാൻഡിഡേറ്റ്സ് who have heard fails to perform as expected. പ്രതീക്ഷിച്ച പോലെ അവരെ പ്രകടനം കാഴ്ചവെക്കാൻ പറ്റിയില്ല. ഓർഗനൈസേഷൻ നിയമിച്ചു, പക്ഷെ അവർക്ക് ആ ഓർഗനൈസേഷൻ പ്രതീക്ഷിച്ചതുപോലെ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റില്ല. അതാണ് ഇത് ഫോൾസ് പോസിറ്റീവ് എറർ. ഓക്കെ, എന്താ നോട്ട് ചെയ്തത്? നിയമിക്കപ്പെട്ട കാൻഡിഡേറ്റ്സ് പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിൽ പരാജയപ്പെട്ടു. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിൽ പരാജയപ്പെട്ടു. A candidate who was hired fails to perform as expected. ഇനി എന്നിട്ട് അതിലേക്ക് വന്നേ, ആ ടേബിളിലേക്ക് വന്നേ. അവിടെ നോക്കിയേ, ഫോൾസ് പോസിറ്റീവ് കണ്ടോ? അപ്പൊ നോക്കിയേ, ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് നോക്കിയേ, സക്സസ് പ്രെഡിക്റ്റഡ്. ഓർഗനൈസേഷൻ കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തിയില്ലേ? അല്ലേ? അപ്പൊ ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് സക്സസ് ആണ്. സക്സസ് പ്രെഡിക്റ്റ് ചെയ്തു. ഓർഗനൈസേഷൻ കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തി. അതായത് ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവിടെ സക്സസ് ആണ്.
ഇനി നോക്കിയേ കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് നോക്കിയേ ഫെയിലിയർ ആണ്. കാൻഡിഡേറ്റ്സ് ശരിയല്ല. കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് അവര് പരാജയപ്പെട്ടു, ഫെയിലിയർ ആണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് ഈ ടെക്സ്റ്റില് 4 സെന്റൻസ് ഉണ്ട്. അതിന്റെ ആ 4 സെന്റൻസും നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അങ്ങനെ തന്നെ സെന്റൻസ് തരും അവിടെ. ഒന്നാമത്തേത് the candidate chosen was the best fit for the job and has performed and the success as expected is indicated by the dash. അപ്പൊ നമുക്കറിയാം എന്ത് ട്രൂ പോസിറ്റീവ്. അതുപോലെ ആ 3 സെന്റൻസും അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് 4 സെന്റൻസും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? പിന്നെ അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ ആ ടേബിളും കൂടെ ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നേക്കണമെന്നുള്ളൂ. ഓക്കെ, ഇനി ക്ലിയർ അല്ലാത്തവര് ഈ റെക്കോർഡ് ക്ലാസ് ആയിട്ട് ഇടും. അപ്പൊ ഒന്നോടെ വേണമെങ്കിൽ ഒന്ന് കണ്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നമ്മൾ നോട്ട് ചെയ്ത കാര്യങ്ങൾ കൂടി ഒന്ന് കമ്പയർ ചെയ്തിട്ട് ഈ സെന്റൻസ് കൂടി വായിച്ച് ഒന്നുകൂടി നോക്കി വെക്കുക. വേറെ ഒന്നും വേണ്ട, ആ 4 സെന്റൻസും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് അതില് ഏതാണ് വരുന്നതെന്നുള്ളത് ചോദിക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ, അടുത്ത സെന്റൻസ് നോക്കിയേ. It is a false positive error that causes the organization to sustain the cost. False, it is a false positive error. എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ false positive error ആണ്. അത് എന്തിന് കാരണമാകുന്നു? That causes the organization to sustain, നിലനിർത്താൻ, കോസ്റ്റ് നിലനിർത്താൻ സഹായകമാക്കും. This cost include, ഏതൊക്കെയാണ് ആ കോസ്റ്റ് വരുന്നത്? അതൊന്ന് നോട്ട് ചെയ്യുക. ഹയറിംഗ് കോസ്റ്റ് ഉണ്ട്, ട്രെയിനിങ് കോസ്റ്റ് ഉണ്ട്, ട്രാൻസ്ഫർ കോസ്റ്റ് ഉണ്ട്, ടെർമിനേഷൻ കോസ്റ്റ് പിരിച്ചുവിടുക, ടെർമിനേഷൻ കോസ്റ്റ് ഉണ്ട്, റീപ്ലേസ്മെന്റ് കോസ്റ്റ് ഉണ്ട്. കോസ്റ്റിൽ വരുന്ന ഏതാ? This cost includes hiring cost, training cost, transfer cost, termination cost, replacement cost, etc. Then next നോക്കിയേ, both the candidates and the organization should make joint decision throughout the selection process. ഇനി ഈ സെലക്ഷൻ പ്രോസസ്സില് കാൻഡിഡേറ്റ്സിനും അതുപോലെ ഓർഗനൈസേഷനും ജോയിന്റ് ഡിസിഷൻ, സംയുക്തമായിട്ടുള്ള തീരുമാനമുണ്ട്. throughout the selection process, സെലക്ഷൻ പ്രോസസ്സിന് 2 പേർക്കും ഒരുപോലെ സംയുക്തമായിട്ടുള്ള തീരുമാനമുണ്ട്. കാൻഡിഡേറ്റ്സിന് ഇഷ്ടമാണെങ്കിൽ മതി, ഈ ഓർഗനൈസേഷന്റെ ഇഷ്ടം അത് അവരാണ് സെലക്ട് ചെയ്യുന്നത്. കാൻഡിഡേറ്റ്സിനും സെലക്ട് ചെയ്യാം. 2 പേർക്കും 2 പേരുടെ തീരുമാനങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. കണ്ടോ? Both the candidates and the organization should make a joint decision. അവർ രണ്ടും കൂടി ഒരു joint ആയിട്ടുള്ള ഒരു സംയുക്തമായ തീരുമാനം എടുക്കുന്നു throughout the selection process. The job of the candidates is to determine എന്താണ് whether or not the job is appropriate according to his or her needs, interest, skills and goal. നമുക്ക് എന്താണ് നിർണ്ണയിക്കാൻ പറ്റുക? കാൻഡിഡേറ്റ്സിന് തന്റെ ഗോൾ, ലക്ഷ്യമാണോ, തന്റെ കഴിവിനനുസരിച്ച്, തന്റെ ഇൻട്രസ്റ്റ്, താല്പര്യങ്ങള്, ആവശ്യങ്ങൾക്ക് അനുസരിച്ച്, അതിനനുസരിച്ചുള്ള ജോലിയാണോ അല്ലയോ എന്ന് നിർണ്ണയിക്കാൻ കാൻഡിഡേറ്റ്സിന് പറ്റും ആ ജോബിലൂടെ. ഓക്കെ, the candidates determine whether or not the job is appropriate. അനുയോജ്യമാണോ അല്ലയോ, ആ ജോലി അനുയോജ്യമാണോ അല്ലയോ, എന്തിനനുസരിച്ച്? according to his or her needs, interest, skill and goals. അല്ലെ, എനിക്കൊരു ലക്ഷ്യം ഉണ്ടാവാം. ഒരു ജോലി നമ്മൾ എടുക്കുമ്പോൾ എന്റെ ലക്ഷ്യം അനുസരിച്ചാണോ, അല്ലെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള മേഖലയെ ഉണ്ടാകാം, അതിനനുസരിച്ചാണോ, എന്റെ കഴിവിനനുസരിച്ചാണോ, നീഡ്സ്, ആവശ്യത്തിനനുസരിച്ചാണോ, ഇതൊക്കെ അതിനൊക്കെ അനുസൃതമായിട്ട് കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യാം? നിർണ്ണയിക്കാം. whether the job is yes or not, അല്ലെ, whether the job or not, ഈ ജോബ് വേണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കാം. Then however, എന്നിരുന്നാലും the organization make the decision whether the candidate has the necessary talent, skill and experience required for the position. ഇനി
ഓർഗനൈസേഷൻ എന്ത് ചെയ്യാം, തീരുമാനം എടുക്കാം. ഈ കാൻഡിഡേറ്റ്സിന് ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള ടാലന്റ് ഉണ്ടോ, സ്കില്ലുണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ, ഇതെല്ലാം ആ പൊസിഷന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആ ജോലിക്ക് ആ ജോബ് പൊസിഷനിലേക്ക് ആവശ്യമായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള ടാലന്റ്, സ്കില്ല്, എക്സ്പീരിയൻസ് ഇതെല്ലാം കാൻഡിഡേറ്റ്സിന് ഉണ്ടോ എന്നുള്ള തീരുമാനം അല്ലെ, അതും നമുക്ക് ഈ ഓർഗനൈസേഷൻ എടുക്കാം. However, if there is a scarcity of qualified candidates, ഇനി നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആ ജോബ് പൊസിഷനിൽ കറക്റ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആപ്ലിക്കൻസിന്റെ സ്കേഴ്സിറ്റി ഉണ്ടാവുകയാണെങ്കിലോ, ദൗർലഭ്യം വരികയാണെങ്കിൽ, മാർക്കറ്റില് ആ ക്വാളിഫിക്കേഷനുള്ള ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സിന്റെ സ്കേഴ്സിറ്റി വരികയാണെങ്കിൽ കമ്പനി എന്ത് ചെയ്യും? The company must make the prompt selection decision. എന്താണ്? പെട്ടെന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് തീരുമാനം എടുക്കും. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. If there is a scarcity of candidates, qualified candidates in the market, qualified ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ ദൗർലഭ്യം ഉണ്ടാവുകയാണെങ്കിൽ, കമ്പനിക്ക് എന്ത് ചെയ്യും? പെട്ടെന്നുള്ള സെലക്ഷൻ ഡിസിഷൻ എടുക്കും. ഇനി നെക്സ്റ്റ് നോക്കിയേ, പ്രോസസ് ഓഫ് സെലക്ഷൻ. സെലക്ഷൻ പ്രോസസ് ആണ് കേട്ടോ. ഇവിടെ ഈ ഒരു ടേബിൾ നമുക്ക് പഠിക്കണം. നോക്കിയേ, പ്രോസസ് ഓഫ് സെലക്ഷൻ. പ്രോസസ് ഓഫ് സെലക്ഷൻ. Selection method determine whether or not the qualification of a job applicants are in accordance with the job requirements. ഈ സെലക്ഷൻ മെത്തേഡ് എന്നാ നിർണ്ണയിക്കുന്നത്? ഡിറ്റർമിൻ ചെയ്യാം, നിർണ്ണയിക്കാം. Whether or not the qualification of the job applicants are accordance with the job requirements. ജോബിന്റെ ആവശ്യകതകൾക്ക് അനുസൃതമായിട്ട് ജോബ് ആപ്ലിക്കൻസിന്റെ ക്വാളിഫിക്കേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നിർണ്ണയിക്കാൻ സെലക്ഷൻ മെത്തേഡിലൂടെ കഴിയും. അല്ലെങ്കിൽ സെലക്ഷൻ മെത്തേഡ് നിർണ്ണയിക്കുന്നതാണ് ആപ്ലിക്കൻസിന്റെ ക്വാളിഫിക്കേഷൻ അല്ലെ, അത് ജോലിയുടെ ആവശ്യകതകൾക്ക് അനുസരിച്ച് ശരിയാണോ അല്ലയോ, അതിനനുസരിച്ച് ക്വാളിഫിക്കേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നിർണ്ണയിക്കാൻ സെലക്ഷൻ മെത്തേഡ് ഹെൽപ്പ് ചെയ്യും. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ. അത് സെലക്ഷൻ, അതല്ലേ സെലക്ട് ചെയ്യാന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ എന്നോട് നിങ്ങളിൽ ഒരാളെ സെലക്ട് ചെയ്യാൻ പറയാണ്. അപ്പൊ എന്ത് ജോലിയിലേക്കാണ്, അതിനനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടോ എന്നല്ലേ ഞാൻ നോക്കണത് അല്ലെ. ഉണ്ടോ ഇല്ലയോ, ആ ജോലിക്ക് അനുസരിച്ച് ജോലിയുടെ ആവശ്യകതകൾക്ക് അനുസൃതമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആ ജോബ് ആപ്ലിക്കൻസിന് ഉണ്ടയോ ഇല്ലയോ, അതാണ് സെലക്ഷൻ പ്രോസസ് ചെക്ക് ചെയ്യുന്നത്, നിർണ്ണയിക്കുന്നത്. ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവർ സെലക്ട് ചെയ്യാം. സൂര്യ ശ്രീജയ്ക്കും കറക്റ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യാം. ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരെ റിജക്ട് ചെയ്യുകയും ചെയ്യും. സെലക്ഷനിൽ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരെ റിജക്ട് ചെയ്യുന്നു. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഡാഷ് മെത്തേഡ് ഡിറ്റർമിൻ കണ്ടോ, അങ്ങനെ ചോദിക്കാം അവിടെ. ഡാഷ് മെത്തേഡ് ഡിറ്റർമിൻ whether or not the qualification of a job applicants are in accordance with the job requirements. ഇനി നോക്കിയേ, the selection method assess the performance of the job applicants. ഇനി സെലക്ഷൻ മെത്തേഡ് എന്താ വിലയിരുത്തുന്നു? ജോബ് ആപ്ലിക്കൻസിന്റെ പെർഫോമൻസ്, പ്രകടനം. അണ്ടർലൈൻ ചെയ്തോ. സെലക്ഷൻ മെത്തേഡ് assess the performance of the ജോബ് ആപ്ലിക്കൻസിന്റെ പെർഫോമൻസ് എന്ത് ചെയ്യുന്നു? സെലക്ഷൻ മെത്തേഡ് അസസ് ചെയ്യുന്നു. സെലക്ഷൻ മെത്തേഡ്സ് കണ്ടോ, സെലക്ഷൻ മെത്തേഡുകളാണ് ആപ്ലിക്കേഷൻ ബ്ലാങ്ക്, സെലക്ഷൻ ടെസ്റ്റ്, ഇന്റർവ്യൂ, മെഡിക്കൽ എക്സാമിനേഷൻ, റെഫറൻസ് ചെക്ക്. ഇതൊക്കെ സെലക്ഷൻ മെത്തേഡ്സ് ആണ്. വിച്ച് വെൻ യൂസ്ഡ് ഇൻ എ പ്രോപ്പർ സീക്വൻസ്. ഇത് കറക്റ്റ് ആ ഓർഡറിൽ പ്രോപ്പർ സീക്വൻസിൽ കൊണ്ടുപോകുകയാണെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത്, ഒരു സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. കണ്ടോ, അതാണ്. അങ്ങനെ വരുമ്പോഴാണ് സെലക്ഷൻ മെത്തേഡ് ഒരു ഗുഡ് സെലക്ഷൻ മെത്തേഡാന്ന് പറയുന്നത്. തോന്നിയ രീതിക്ക് ചെയ്താൽ പോരാ. ഇതെല്ലാം സെലക്ഷൻ മെത്തേഡ് ഏതൊക്കെയാ? ആപ്ലിക്കേഷൻ ബ്ലാങ്ക്, സെലക്ഷൻ ടെസ്റ്റ്, ഇന്റർവ്യൂ, മെഡിക്കൽ എക്സാമിനേഷൻ, റെഫറൻസ് ചെക്ക്. ഇത് ഡീറ്റെയിൽ പഠിക്കാം കേട്ടോ. ഇതെല്ലാരും കറക്റ്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് ആ കറക്റ്റ് ഓർഡറിൽ വരികയാണ്, അല്ലെങ്കിൽ കറക്റ്റ് ഫോളോ ചെയ്യണം. ആപ്ലിക്കേഷൻ ബ്ലാങ്ക് കഴിഞ്ഞിട്ട് സെലക്ഷൻ ടെസ്റ്റ് നടത്തണം.
അത് കഴിഞ്ഞ് ഇന്റർവ്യൂ നടത്തുന്ന, മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്ന, റെഫറൻസ് ചെക്ക്, അങ്ങനെ അത് പ്രോപ്പർ ആ ഓർഡറിൽ വരികയാണെങ്കിൽ അതാണ് ശരിക്കും ഒരു നല്ലൊരു സെലക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. The selection process consists of various or stages. പല സ്റ്റേജ് ഉണ്ട്. സെലക്ഷൻ മെത്തേഡ് ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന കാര്യമല്ല, അതിന് പല സ്റ്റേജുകൾ ഉണ്ട്. Selection aims at generating full information regarding the candidates in order to determine whether they are appropriate for the job or not. Underline ചെയ്ത സെന്റൻസ്. സെലക്ഷന്റെ എയിം എന്താണ്? At generating full information, full ആയിട്ടുള്ള ഇൻഫർമേഷൻ ആരെ സംബന്ധിക്കുന്ന, റിഗാർഡിംഗ് ദ കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന മുഴുവനായിട്ട്, ആ കുട്ടീനെ സംബന്ധിക്കുന്ന, ആ കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന മുഴുവനും വിവരങ്ങളും, അല്ലെ, മുഴുവനും ഇൻഫർമേഷൻസും സൃഷ്ടിക്കുക. In order to determine എന്തിനു വേണ്ടി, whether they are appropriate for the job or not, ആ ജോലിക്ക് അനുയോജ്യനാണോ അല്ലയോ എന്ന് നിർണ്ണയിക്കാൻ കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും സൃഷ്ടിക്കുക. അതാണ് സെലക്ഷന്റെ എയിം. അപ്പൊ ഞാൻ സെലക്ട് ചെയ്യണമെങ്കിൽ എവിടെയാ, വിഷയനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് അറിഞ്ഞാലല്ലേ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ പേരോ അല്ലെങ്കിൽ വയസ്സോ അങ്ങനെ എന്തെങ്കിലും 2 കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രം എനിക്ക് ആ ജോലിയിലേക്ക് സെലക്ട് ചെയ്യാൻ പറ്റൂല. വിഷയനെ സംബന്ധിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും അറിയണം, അല്ലെ? അതാണ് സെലക്ഷന്റെ എയിം. കണ്ടോ എന്താ പറഞ്ഞേക്കുന്നത്? കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന ഏതാണ്, അവര് ജോലിക്ക് ആപ്റ്റാണോ അല്ലയോ എന്ന്, അനുയോജ്യമാണോ അല്ലയോ എന്ന് നിർണ്ണയിക്കാൻ കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും സൃഷ്ടിക്കുക. അതാണ് സെലക്ഷന്റെ എയിം എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തില്ലേ സെന്റൻസ്? The selection process differs. ഇനി സെലക്ഷൻ പ്രോസസ് വ്യത്യാസപ്പെടും. എന്തിനനുസരിച്ച്? ഓർഗനൈസേഷൻ ആൻഡ് across the different job. അണ്ടർലൈൻ ചെയ്തോട്ടോ. അത് സെലക്ഷൻ പ്രോസസ് എന്തിനനുസരിച്ച് വ്യത്യാസപ്പെടും? ഓർഗനൈസേഷൻ അനുസരിച്ച്. ഇപ്പൊ നമ്മുടെ സ്ഥാപനത്തിൽ നടത്തുന്ന സെലക്ഷൻ പ്രോസസ് പോലെ ആവില്ല വേറെ സ്ഥലത്ത്. ആ സ്ഥാപനങ്ങളെ അനുസരിച്ച് വ്യത്യാസപ്പെടും. ഓർ ദ ഡിഫറെന്റ് ജോബ്, അല്ലെങ്കിലോ അക്രോസ് ദ ഡിഫറെന്റ് ജോബ്. ഒരു ജോലിക്കുള്ള സെലക്ഷൻ രീതി പോലെയാണോ വേറെ ഇതിനുള്ള സെലക്ഷൻ രീതി? ആണോ? ജോലിയുടെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവില്ലേ? അതിൽ ഓരോ ടെസ്റ്റുകൾ കാര്യങ്ങൾ നടത്തുന്നതിന്. പിന്നെ ചില ജോലിക്ക് നമുക്ക് ഫിസിക്കൽ ടെസ്റ്റ് നിർബന്ധമാണ്, മെഡിക്കൽ എക്സാമിനേഷൻ നിർബന്ധമാണ്. ചിലതിന് ചിലപ്പോൾ അത്ര മസ്റ്റ് അല്ലായിരിക്കാം. അതാണ്, അത് വ്യത്യാസപ്പെടും. സെലക്ഷൻ പ്രോസസ് വ്യത്യാസപ്പെടും. എന്തിനൊക്കെ അനുസരിച്ചാ? ആ സ്ഥാപനത്തെ അനുസരിച്ച്, ആ ജോലിനെ അനുസരിച്ച്. അണ്ടർലൈൻ ചെയ്ത് അവിടെ. Therefore, an ideal process of selection includes the following steps. ഒരു സെലക്ഷനിൽ പറഞ്ഞേക്കുന്ന സ്റ്റെപ്പുകളാണ്. ഓക്കെ, ആ സ്റ്റെപ്പുകൾ കറക്റ്റ് പഠിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? സെലക്ഷൻ പ്രോസസ്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഏത്, ലാസ്റ്റ് സ്റ്റെപ്പ് ഏത്? ആ സ്റ്റെപ്പുകൾ പഠിക്കുക. സ്റ്റെപ്പ് 1, സെലക്ഷൻ പ്രോസസ്സിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഏതാണ്? സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ് ഓർ ആപ്ലിക്കേഷൻ ഫോംസ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ആപ്ലിക്കൻസിനെ സ്ക്രീനിങ് ചെയ്യുക, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം. എല്ലായിടത്തും ഇല്ലേ, എന്തെങ്കിലും ജോലിക്കൊക്കെ നമ്മൾ ഇതാക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. അതല്ലേ ഒന്നാമത്തെ നടപടി, അല്ലേ? നമ്മൾ ആദ്യം അവിടെ നിന്നിട്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് നമ്മൾ കൊടുക്കണം, അല്ലേ? എന്നിട്ടല്ലേ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണം. അതാണ് സെലക്ഷൻ പ്രൊസീജിയറിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി നോക്കിയേ, അത് കഴിഞ്ഞിട്ട് അതിൽ ഓക്കെ ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് 2ലേക്ക് പോകും. അതായത് സെലക്ഷൻ ടെസ്റ്റുകൾ നടത്തും. ഓക്കെ, ഇനി സെലക്ഷൻ ടെസ്റ്റുകൾ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഏതാ? സെലക്ഷൻ ഇന്റർവ്യൂ. ടെസ്റ്റ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ ഇന്റർവ്യൂ നടത്തും. ദെൻ അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ നടത്തും. ഇത് ഡിപ്പെൻഡിങ് ഓൺ ദ ജോബിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും കേട്ടോ. ചിലതിൽ ആദ്യം മെഡിക്കൽ എക്സാമിനേഷനൊക്കെ നടത്തിയിട്ടാണ് ഇന്റർവ്യൂ. ഇതിപ്പോ ഈ ഓർഡർ തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. സെലക്ഷൻ ഇന്റർവ്യൂ നടത്തും, ദെൻ അവിടെ നെക്സ്റ്റ് മെഡിക്കൽ എക്സാമിനേഷൻ നടത്തും, പിന്നെ റെഫറൻസ് ചെക്ക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നടത്തും, പിന്നെ ലാസ്റ്റ് ആണ് ഹയറിംഗ് ഡിസിഷൻ, നിയമന തീരുമാനം എടുക്കും. കിട്ടിയോ? ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? സെലക്ഷൻ പ്രൊസീജിയറിന്റെ സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ്. ലാസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? ഹയറിംഗ് ഡിസിഷൻ. അത് രണ്ടും കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ?
ഇവിടെ ഇല്ലേ? അത് ഉറക്കം നോക്കിയിരിക്കുകയാണോ? അത് കുറച്ച് പേരേ ഉള്ളൂ. ഇപ്പൊ 11 പേരാണ് ഇവിടെ ജോയിൻ ചെയ്ത് കാണിച്ചേക്കുന്നത്. അവിടെ ഇരിക്കുന്ന ആൾക്കാർ തന്നെ ഉറങ്ങിയിരിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങൂട്ടോ. ഇടയ്ക്കൊക്കെ തമ്പിട്ട് തന്നേ. ഫുഡൊക്കെ കഴിച്ചില്ല എല്ലാവരും? എന്തായിരുന്നു സ്പെഷ്യലൊക്കെ? ബിരിയാണി ഒക്കെ ആയിരുന്നോ? ചിക്കൻ ബിരിയാണി ഒക്കെ ആണോ? അതാണ് ഇത്ര ക്ഷീണം? ഓക്കെ, എന്തായാലും ഇടയ്ക്കൊക്കെ ഒരു തമ്പിട്ട ആണോ? അറിയണോ? അല്ലായിരുന്നോ? ഓക്കെ, അപ്പോ എന്താ പറഞ്ഞേ? അപ്പൊ ആ സെലക്ഷൻ പ്രൊസീജിയറിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഏതാന്നാ പറഞ്ഞേ? സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്താ? സെലക്ഷൻ പ്രൊസീജിയറിന്റെ അവസാന സ്റ്റെപ്പ് എന്താ? ഹയറിംഗ് ഡിസിഷൻ, നിയമന തീരുമാനം. അവർ നിയമിക്കുക, അവർ തീരുമാനം എടുക്കും അല്ലേ? കുറെ കാര്യങ്ങൾ കഴിഞ്ഞു, കുറെ സ്റ്റെപ്സ് കഴിഞ്ഞു. 6ാമത്തെ സ്റ്റെപ്പ് ആയിട്ടാണ് ഹയറിംഗ് ഡിസിഷൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ നോക്കാട്ടെ അവിടെ. ഓക്കെ, ഒന്നാമത്തെയാണ് സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ്. ആപ്ലിക്കൻസിനെ സ്ക്രീനിങ് നടത്തുന്നു. അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം, കണ്ട ബ്രാക്കറ്റിൽ ആപ്ലിക്കേഷൻ ഫോം എന്ന് കൊടുത്തിട്ടുണ്ട്. സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ് ഇൻക്ലൂഡ്സ്, എന്താ സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ് എന്ന് പറയുന്നത്? ഇൻക്ലൂഡ്സ് ഫില്ലിംഗ് ഓഫ് ദ ആപ്ലിക്കേഷൻ ഫോം ബൈ ദ കാൻഡിഡേറ്റ്സ്. കാൻഡിഡേറ്റ്സ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നു, കണ്ടോ? അതാണ് സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഉൾപ്പെടുന്നതാണ്. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. അവിടെ നമുക്ക് ചോദിക്കാം സെലക്ഷൻ പ്രോസസ്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? ഇനി സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ് ഇൻക്ലൂഡ്സ്, എന്താണ് ഉൾപ്പെടുന്നത്? സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ് എന്താ ഉൾപ്പെടുന്നത്? ആപ്ലിക്കേഷൻ ഫോം കാൻഡിഡേറ്റ്സ് ഫില്ല് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ദിസ് ആപ്ലിക്കേഷൻ ഫോം കണ്ടെയ്ൻ, ഇനി ആരെങ്കിലും ഒക്കെ ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ചിട്ടുണ്ടോ? ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ജോലിക്കൊക്കെ ആയിട്ട്? നിങ്ങൾ ആരുമില്ലേ ഇവിടെ? ആപ്ലിക്കേഷൻ ഫോം ഒന്നും പൂരിപ്പിച്ചു കൊടുത്തോണ്ട് ആരുമില്ലേ? യെസ്. ഇനി നിങ്ങൾ അപേക്ഷിച്ച് പൂരിപ്പിച്ച ആപ്ലിക്കേഷൻ ഫോമിൽ ഈ കാര്യങ്ങൾ ഉണ്ടോ നോക്കിയേ. ദ ആപ്ലിക്കേഷൻ ഫോം കണ്ടെയ്ൻ ദ ഇൻഫർമേഷൻ അബൌട്ട് ദ ആപ്ലിക്കൻസ്. നമ്മൾ ആപ്ലിക്കൻസിനെ കുറിച്ചുള്ള വിവരങ്ങളല്ല ഇതിനകത്ത് ചോദിക്കുന്നത് അല്ലേ? ആപ്ലിക്കൻസിനെ കുറിച്ചുള്ള വിവരങ്ങളല്ലേ ആപ്ലിക്കേഷൻ ഫോമിൽ ചോദിക്കുന്നത്. These application form contain the information about the applicants. ആപ്ലിക്കൻസിനെ സംബന്ധിക്കുന്ന ഇൻഫർമേഷൻ ആണ് നമ്മൾ അതിനകത്ത് എഴുതേണ്ടത്. Such as, ഇനി എന്തൊക്കെയാ അത് ചോദിക്കാം കേട്ടോ. ആപ്ലിക്കേഷൻ ഫോം contains following information. ഏതൊക്കെ ഇൻഫർമേഷനാ? പേഴ്സണൽ ബയോഡാറ്റ, നമ്മുടെ ബയോഡാറ്റ അല്ലെ? പേര്, അഡ്രസ്, വയസ്സ്, ഇങ്ങനെയുള്ള ബയോഡാറ്റ. പിന്നെ അച്ചീവ്മെന്റ്സ്, നമ്മുടെ നേട്ടങ്ങള്. Then എക്സ്പീരിയൻസ്, നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ്, എവിടെയെങ്കിലും മുന്നേ ജോലി ചെയ്ത പരിചയമുള്ള എക്സ്പീരിയൻസ്. ഇതെല്ലാം ആപ്ലിക്കേഷൻ ഫോമിൽ ഉൾപ്പെടുന്നു. നോട്ട് ചെയ്ത് വെച്ചോട്ടെ 3 കാര്യങ്ങള്. ഇതിനകത്ത് നമുക്ക് എക്സെട്ര എന്നുണ്ട്, 3 എണ്ണാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ആ 3 എണ്ണവും നിങ്ങൾ പഠിക്കണം. എന്തൊക്കെയാ ചോദിക്കുന്നത്? പേഴ്സണൽ ബയോഡാറ്റ, അച്ചീവ്മെന്റ്സ്, എക്സ്പീരിയൻസ്. ക്ലിയർ ആവുന്നില്ലേ? അണ്ടർലൈൻ ചെയ്തില്ലേ? ഫസ്റ്റ് സെന്റൻസും സെക്കൻഡ് സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം. ഇനി this type of information is used in order to get the right candidate. ഇനി എന്തിനാ ഈ വിവരങ്ങള് നമ്മൾ എടുക്കുന്നത്, ശേഖരിക്കുന്നത്? എന്താ? ശരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമുക്ക് സെലക്ട് ചെയ്യാനല്ലേ? This type of information is used, എന്തിനാ ഉപയോഗിക്കുന്നത്? To get the right candidates. ശരിയായിട്ടുള്ള ആ ജോബ് പൊസിഷനിലേക്ക് ഏറ്റവും ശരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട്. Who is eligible for the vacant position. കണ്ടോ? ആ വേക്കന്റ് പൊസിഷൻ ഏതാണോ അതിന് എലിജിബിൾ ആയിട്ടുള്ള, എലിജിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? യോഗ്യനായ, അതിന് ആ വേക്കന്റ് പൊസിഷൻ ഏത് പൊസിഷൻ ആണോ അതിന് യോഗ്യരായ ശരിയായ കാൻഡിഡേറ്റ്സിനെ കിട്ടാൻ ഈ ആപ്ലിക്കേഷൻ, ദിസ് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ, ഈ ആപ്ലിക്കേഷൻ ഫോമിലൂടെ ലഭിക്കുന്ന ഇൻഫർമേഷൻ ഹെൽപ്പ് ചെയ്യും. അതും കൂടി അണ്ടർലൈൻ ചെയ്തു. ആ 3 സെന്റൻസ് നോട്ട് ചെയ്തു കേട്ടോ നിങ്ങൾ. ഇനി അടുത്ത് നോക്കിയേ. ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഫോർ മെയിൻറ്റെയിനിങ് എ പെർമനന്റ് റെക്കോർഡ് ഓഫ് ദ കാൻഡിഡേറ്റ്സ് ഹു ആർ സെലക്ടഡ്. ഇനി എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു ഈ ആപ്ലിക്കേഷൻ ഫോം? യൂസ്ഡ് ഫോർ മെയിൻറ്റെയിനിങ് പെർമനന്റ് റെക്കോർഡ്, സ്ഥിരമായിട്ടുള്ള റെക്കോർഡ് ഓഫ് ദ കാൻഡിഡേറ്റ്സ് ഹു ആർ സെലക്ടഡ്. ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്തു, കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്തു, അവന്റെ ആ റെക്കോർഡ്, പെർമനന്റ് റെക്കോർഡില്
ഈ ആപ്ലിക്കേഷൻ ഫോം അതിന് വേണ്ടിയിട്ടുള്ള വിവരങ്ങൾ നിലനിർത്താനും ഈ ആപ്ലിക്കേഷൻ ഫോം സഹായിക്കും. അത് അവരവിടെ അതിന്റെ ഒപ്പം തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. യൂസ്ഡ് ഫോർ ദിസ് ആപ്ലിക്കേഷൻ ഫോം used for maintaining the permanent record. സ്ഥിരമായിട്ടുള്ള റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പൊ ഇടയ്ക്ക് നമ്മൾ ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ എടുക്കണമെങ്കിൽ ആ റെക്കോർഡ് നോക്കിയാൽ പോരെ, അതിനകത്ത് ഈ ഇൻഫർമേഷൻസ് ഉണ്ട്, അതും അണ്ടർലൈൻ ചെയ്തിട്ടോ. ഇനി ആഫ്റ്റർ സ്ക്രീനിങ് ഓൾ ദ ആപ്ലിക്കൻസ്, ഇനി അവിടെ വന്നേക്കുന്ന എല്ലാ ആപ്ലിക്കൻസിനെ നമ്മൾ സ്ക്രീനിങ് ചെയ്തു. And only those are permitted to continuation of the selection process. അല്ലെ, ഇപ്പൊ നമ്മൾ 50 പേര് വന്നു, 50 പേര് സ്ക്രീനിങ് നടത്തി, സ്ക്രീനിങ് ആപ്ലിക്കേഷൻ ഫോം തന്നു. അതില് ഈ നമ്മള് അതിന്റെ സെലക്ഷൻ പ്രോസസ് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് ഈ 50 പേരെ സെലക്ട് ചെയ്യോ? അതിന് കുറച്ചു പേര് കളയൂലേ? അതായത് ഈ സ്ക്രീനിങ്, ആഫ്റ്റർ സ്ക്രീനിങ് ഓൾ ദ ആപ്ലിക്കൻസിനെ സ്ക്രീനിങ് ചെയ്ത് അതിനുശേഷം only those candidates are permitted, കുറച്ച് കാൻഡിഡേറ്റ്സിനെ മാത്രമേ നമ്മൾ സെലക്ഷൻ പ്രോസസ് കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കുന്നുള്ളൂ. Then who are meeting the job requirements and the standards set by the organization. എങ്ങനെയാ? ആ ജോബിന്റെ ആവശ്യകതകൾ പാലിക്കുന്ന, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സെറ്റ് ചെയ്തേക്കുന്ന സ്റ്റാൻഡേർഡുകൾ പാലിക്കുന്ന, മാനദണ്ഡങ്ങൾ പാലിക്കുന്ന കുറച്ച് പേരെ മാത്രമേ സെലക്ഷൻ പ്രോസസ് കണ്ടിന്യൂ, അതിന് നെക്സ്റ്റ് സ്റ്റേജിലേക്ക്, അതിൽ അടുത്തതിന്റെ സെലക്ഷൻ പ്രോസസ്സിനെ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കുന്നുള്ളൂ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം വായിച്ചു നോക്കി, ആ ജോലിക്ക് പറ്റിയ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അപ്പൊ തന്നെ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ? അപ്പൊ തന്നെ അവരെ റിജക്ട് ചെയ്യാൻ പറ്റൂലേ? പറ്റുമോ സൂര്യേ? ഇനി ഓരോരുത്തരെ ഞാൻ ഇടയ്ക്ക് പേരെടുത്ത് വിളിക്കാം. പറ്റോ? സൂര്യ അവിടെ ഇല്ലേ? സൂര്യ ഹരി ഇല്ലേ? ഉണ്ട്. ഓക്കെ, തമ്പ് കണ്ടില്ല കേട്ടോ, അതുകൊണ്ടാണ്. ഇപ്പുറത്താണ് അല്ലെ സ്ക്രീന്, ഇവിടെ ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ തമ്പ് അവിടെ കാണാൻ പറ്റില്ല, എന്റെ ഉള്ളിൽ പോകും. ഓക്കെ ഉണ്ട്. ഓക്കെ ശരി. അപ്പൊ നമ്മള് അങ്ങനെ ഓക്കെ ആവണവര്, അതായത് ഓർഗനൈസേഷന്റെ ആ ജോബ് റിക്വയർമെന്റ്സ് പാലിക്കുന്ന, ഓർഗനൈസേഷന്റെ സ്റ്റാൻഡേർഡുകൾ മീറ്റ് ചെയ്യുന്ന അവര് മാത്രമേ അടുത്ത ഇതിലേക്ക് കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കുന്നുള്ളൂ. If the candidates matching the job requirements are more than the vacant position, ഇത് നോക്കിയേ, ഇവിടെ കാൻഡിഡേറ്റ്സ് ജോബിന്റെ റിക്വയർമെന്റ്സിന് ആവശ്യമുള്ളതിലും കൂടുതൽ കാൻഡിഡേറ്റ്സ് ഉണ്ട്, ക്വാളിഫിക്കേഷൻ ഉള്ള, അതിന് മാച്ചായിട്ട് കൂടുതൽ കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഓർഗനൈസേഷൻ എന്ത് ചെയ്യും? goes only for a few chosen candidates for the further selection process. അല്ലെ? അതിനെന്താ, ഇനി അടുത്ത സെലക്ഷൻ പ്രോസസ്സിലേക്ക് ഓർഗനൈസേഷൻ കുറച്ച് പേര് മാത്രമേ സെലക്ട് ചെയ്തോളൂ. അപ്പൊ നമുക്ക് 50 പോസ്റ്റ് ഉള്ളൂ. അതിലൊരു 100 പേര് ആപ്ലിക്കേഷൻ ഫോം തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് 100 പേര് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാ, കറക്റ്റ് ജോബ് റിക്വയർമെന്റ്സ് മാച്ച് ആയിട്ടുള്ളവരാണ് 100 പേര്. പക്ഷെ നമുക്ക് 100 പേരെ എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിൽ നിന്ന് ഓർഗനൈസേഷൻ കുറച്ച് പേര് മാത്രമേ ഫർദർ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് പേര് മാത്രമേ ഫർദർ സെലക്ഷൻ പ്രോസസ്സിലേക്ക് ഇടുന്നുള്ളൂ. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. ആഫ്റ്റർ സ്ക്രീനിങ് ഓൾ ദ ആപ്ലിക്കൻസ് എന്നുള്ള സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചു. ഇനി രണ്ടാമത്തെയാണ് സെലക്ഷൻ ടെസ്റ്റുകൾ. സെലക്ഷൻ ടെസ്റ്റ് രണ്ടാമത്തെ. Every organization has its own rules for selection process. നമ്മൾ പറഞ്ഞല്ലേ, ഓരോ സ്ഥാപനത്തിനും ഉണ്ട് അവരുടേതായ റൂൾസുകൾ. എന്തില്? സെലക്ഷൻ പ്രോസസ്സില്. അപ്പൊ എന്റെ കമ്പനിയില് ഞാൻ നമ്മുടെ കമ്പനി ഫോളോ ചെയ്യുന്ന റൂൾസ് ആയിരിക്കില്ല ചിലപ്പോൾ വേറെ കമ്പനി ഫോളോ ചെയ്യുന്നത്. ഓരോ ഓർഗനൈസേഷനും അവരുടെ സ്വന്തമായിട്ടുള്ള നിയമങ്ങളുണ്ട്, റൂൾസ് ഉണ്ട് സെലക്ഷൻ പ്രോസസ്സിൽ. To gather the necessary information about the candidates or to reject the candidates who are not qualified for the interview. അല്ലേ? അപ്പൊ അതാണ് പറഞ്ഞേക്കുന്നത്. എല്ലാവർക്കും, എല്ലാ ഓർഗനൈസേഷനും അവരുടേതായ റൂൾസ് ഉണ്ട് സെലക്ഷൻ പ്രോസസ്സില്. കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുക, അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിനെ ക്വാളിഫൈഡ് അല്ലാത്ത കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യുക. അതൊക്കെ ഓരോ കമ്പനിക്കും അതിൻ്റെതായ റൂൾസ് ഉണ്ട്.
Generally, selection tests support the information provided by the applicants in the application form. Underline ചെയ്തോ? Selection test support. എന്തിനെ selection test എന്തിനെ support ചെയ്യുന്നു? The information provided by the applicants in the application form. Application ഫോമില് applicants provide ചെയ്തിട്ടുള്ള information ഇല്ലേ? Application ഫോമില് നമ്മൾ ആദ്യം എഴുതി കൊടുത്തില്ലേ? അതിനെ support ചെയ്യുന്നു. Selection test support ചെയ്യുന്നു. Selection test support പിന്താങ്ങുന്നു the information provided by the applicants in the application form. അപ്പൊ നമ്മൾ സെലക്ഷൻ ടെസ്റ്റിൽ ആപ്ലിക്കേഷൻ ഫോം കൂടി വെരിഫൈ ചെയ്യും നോക്കും. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്യുന്നു കേട്ടോ. A selection test could supply beneficial information in the terms of their aptitude. ഇനി സെലക്ഷൻ ടെസ്റ്റില് എന്തൊക്കെയാണ് നമ്മൾ നോക്കി, എന്താണ് അവിടെ നമുക്ക് കിട്ടുന്നത്? ബെനിഫിഷ്യൽ എന്താണ് സെലക്ഷൻ ടെസ്റ്റ്? ഈ ആപ്ലിക്കേഷൻ ഫോമിൽ നിന്ന് കിട്ടാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് സെലക്ഷൻ ടെസ്റ്റിൽ കിട്ടും. അതൊരു ബെനിഫിഷ്യൽ ആണ്. ഓക്കെ, സെലക്ഷൻ ടെസ്റ്റ് കുഡ് സപ്ലൈ ബെനിഫിഷ്യൽ ഇൻഫർമേഷൻ ഇൻ ദ ടേംസ് ഓഫ് ദെയർ ആപ്റ്റിറ്റ്യൂഡ്. അവരുടെ ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി, കാൻഡിഡേറ്റ്സിന്റെ അഭിരുചി, ഹോബി, എന്തൊക്കെയാണ് ഹോബീസ്, പേഴ്സണാലിറ്റി എക്സെട്ര വിച്ച് cannot be obtained through an application form. ആപ്ലിക്കേഷൻ ഫോമിൽ നിന്ന് നമുക്ക് ലഭിക്കാത്ത കുറച്ച് ഇൻഫർമേഷൻസ് സെലക്ഷൻ ടെസ്റ്റിൽ നമുക്ക് കിട്ടും. അതാണ് ഒരു ബെനിഫിഷ്യൽ. ഇപ്പൊ ഈ ആപ്ലിക്കേഷൻ ഫോമിൽ ലിമിറ്റഡ് ആയിരിക്കും, ഒരുപാട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് കുറച്ച് അത്യാവശ്യം വേണ്ട കാര്യങ്ങളോ ഉണ്ടാവുള്ളൂ. എന്നാൽ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ നിന്ന് നമുക്ക് കിട്ടാത്ത വിവരങ്ങൾ നമുക്ക് ഈ സെലക്ഷൻ ടെസ്റ്റിലൂടെ കിട്ടും. അതാണ് സെലക്ഷൻ ടെസ്റ്റിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ പറയുന്നത്? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ, അതൊന്ന് നോട്ട് ചെയ്തോട്ടെ വേണമെങ്കിൽ. Selection test support the information provided by the applicants in the application form. അതും അണ്ടർലൈൻ ചെയ്യണം. രണ്ട് സെന്റൻസും അണ്ടർലൈൻ ചെയ്യുക. ഇനി നോക്കിയേ, സെലക്ഷൻ ഇന്റർവ്യൂ ആണ് കേട്ടോ, മൂന്നാമത്തെ കേട്ടോ. നമ്മൾ ആ ഓരോ സ്റ്റെപ്പിലൂടെ പോകുന്നത്. ഒന്നാമത്തെ എന്തായിരുന്നു? എന്താ? സ്ക്രീനിങ് അല്ലെ? സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? സെലക്ഷൻ ടെസ്റ്റ്. ആപ്ലിക്കേഷൻ ഫോമിൽ നിന്ന് കിട്ടാത്ത കുറച്ച് വിവരങ്ങൾ നമുക്ക് സെലക്ഷൻ ടെസ്റ്റിൽ കൂടെ കിട്ടും. അത് പിന്നെ മൂന്നാമത്തെ ആണ് സെലക്ഷൻ ഇന്റർവ്യൂ. ഇനി അടുത്ത ഇന്റർവ്യൂ ആണ് അവിടെ കേട്ടോ, സെലക്ഷൻ ഇന്റർവ്യൂ. സെലക്ഷൻ ടെസ്റ്റ് ആർ ഫോളോഡ് ബൈ ദ പേഴ്സണൽ ഇന്റർവ്യൂ. അപ്പൊ സെലക്ഷൻ ടെസ്റ്റിനെ പിന്തുടർന്ന് അടുത്തത് വരുന്നത് ഏതാ? പേഴ്സണൽ ഇന്റർവ്യൂ. അണ്ടർലൈൻ ചെയ്തിട്ടെ. സെലക്ഷൻ ടെസ്റ്റ് ആർ ഫോളോഡ് ബൈ എ പേഴ്സണൽ ഇന്റർവ്യൂ വിത്ത് ദ കാൻഡിഡേറ്റ്സ്. സെലക്ഷൻ ടെസ്റ്റിനെ പിന്തുടർന്ന് ഈ കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന പേഴ്സണൽ ഇന്റർവ്യൂ ആണ് അടുത്തത്. സെലക്ഷൻ ടെസ്റ്റ് കഴിഞ്ഞാൽ അതിനെ ഫോളോ ചെയ്ത് അടുത്തത് ഏതാണ്? മൂന്നാമത്തെ സ്റ്റെപ്പ് ഏതാണ്? പേഴ്സണൽ ഇന്റർവ്യൂ. ഇനി നോക്കിയേ, ഒരു സെലക്ഷൻ ഇന്റർവ്യൂ വിത്ത് ദ കാൻഡിഡേറ്റ്സ്. കാൻഡിഡേറ്റ്സുമായിട്ടുള്ള പേഴ്സണൽ ഇന്റർവ്യൂ ആണ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. The primary goal of the personal interview is to thoroughly assess the candidates for the job. ഇനി എന്തിനാ ഇന്റർവ്യൂ? എന്താണ് പ്രൈമറി ഗോള്? പേഴ്സണൽ ഇന്റർവ്യൂവിന്റെ പ്രൈമറി ഗോൾ എന്താ? is thoroughly assess. അസസ് ചെയ്യാന്ന് വെച്ചാൽ വിലയിരുത്തുക. കാൻഡിഡേറ്റ്സിനെ സമഗ്രമായിട്ട് thoroughly സമഗ്രമായിട്ട് വിലയിരുത്താനായിട്ട്, ജോബുമായിട്ട് ബന്ധപ്പെട്ട് കാൻഡിഡേറ്റ്സിനെ കുറച്ചുകൂടി ഡീപ്പായിട്ട് വിലയിരുത്താൻ സെലക്ഷൻ ഇന്റർവ്യൂ ഹെൽപ്പ് ചെയ്യും. അതാണ് ഒരു ഗോള്. എല്ലാ കാര്യങ്ങളും നമ്മൾ ടെസ്റ്റിൽ എഴുതി തരുന്നില്ല. ഇത് പേഴ്സണൽ ആയിട്ട് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ കുറച്ചുകൂടി ഡീറ്റെയിൽ നമുക്ക് അവിടെ ചോദിക്കാൻ പറ്റും. അതാണ് കാൻഡിഡേറ്റ്സിനെ കുറച്ചും കൂടി സമഗ്രമായിട്ട് വിലയിരുത്താൻ ഈ പേഴ്സണൽ ഇന്റർവ്യൂ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞത്. ഇനി നോക്കിയേ, it also gives a chance to candidates to gain all the information about the organization. കണ്ടോ? ഇനി ഇത് കൂടാതെ ഇന്റർവ്യൂവിൽ ഒരു കാൻഡിഡേറ്റ്സിന് ഒരു മെച്ചമുണ്ട്. എന്താണെന്നറിയോ? എന്താ? കാൻഡിഡേറ്റ്സിന് ഒരു ചാൻസ് ഉണ്ട് ടു ഗെയിൻ നേടുക all the information about the organization. ഓർഗനൈസേഷനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ നേടാനും കാൻഡിഡേറ്റ്സിന് ഒരു അവസരമുണ്ട് അല്ലെ? ഇന്റർവ്യൂവിൽ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്കും നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ, ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ചോദിക്കാം. നമുക്കവിടെ ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഉണ്ടോ?
ഓർഗനൈസേഷൻ സംബന്ധിക്കുന്ന ഇൻഫർമേഷൻസ് നേടാനും കാൻഡിഡേറ്റ്സിന് ഇന്റർവ്യൂ ഈ സെലക്ഷൻ ഇന്റർവ്യൂവിൽ ഒരു ചാൻസ് ഉണ്ട്. ഓൾസോ ഈസ് ദ ചാൻസ്. Sometimes a preliminary interview take place before conducting the test. പ്രിലിമിനറി ഇന്റർവ്യൂ നടത്തും. ടെസ്റ്റിന് മുന്നേ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതിന് മുന്നേ പ്രിലിമിനറി ഇന്റർവ്യൂ നടത്തും. അവിടെ നമുക്ക് ഇനി പഠിക്കാനുണ്ട് കേട്ടോ. ഈ ടൈപ്പ് ഓഫ് ഇന്റർവ്യൂസ് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഇന്റർവ്യൂസും പഠിക്കാനുണ്ട്. ഓക്കെ, പ്രാഥമിക അഭിമുഖം പ്രിലിമിനറി ഇന്റർവ്യൂ take place before conducting the test. പ്രിലിമിനറി എന്ന് വെച്ചാൽ പ്രാരംഭമായിട്ട് നമ്മൾ നടത്തുന്നതാണ് കേട്ടോ പ്രിലിമിനറി ഇന്റർവ്യൂ. ഓക്കെ, എന്നുവെച്ചാൽ നമ്മള് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നതാണ്. പ്രിലിമിനറി പ്രാഥമിക അഭിമുഖമാണ്, ഒത്തിരി ഡീപ്പല്ല. അവിടെ പ്രിലിമിനറി ഇന്റർവ്യൂ, പേഴ്സണൽ ഇന്റർവ്യൂ അത് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ നോക്കാം കേട്ടോ എന്താന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ പ്രിലിമിനറി എന്ന് പറഞ്ഞാൽ പ്രാഥമിക അഭിമുഖം, അടിസ്ഥാന യോഗ്യതകൾ, അനുഭവങ്ങൾ വിലയിരുത്തുന്നതിനുള്ള ഒരു പ്രാരംഭമായിട്ടുള്ള സ്ക്രീനിങ് ആണ് പ്രിലിമിനറി ഇന്റർവ്യൂ. ടെസ്റ്റിന് മുന്നേ എന്ത് ചെയ്യുന്നു? പ്രിലിമിനറി ഇന്റർവ്യൂ നടത്തും. ഇനി അടുത്തതാണ് മെഡിക്കൽ. അപ്പൊ സെലക്ഷൻ ഇന്റർവ്യൂ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് 4ാമത്തെ സ്റ്റെപ്പാണ് മെഡിക്കൽ എക്സാമിനേഷൻ. മെഡിക്കൽ എക്സാമിനേഷൻ. Medical examination is performed in order to observe the candidate's stamina or patient level, patience level under the pressure. There are several jobs which require a lot of patience. ചില ജോലിക്ക് ഭയങ്കര ക്ഷമ വേണ്ട ജോലികളുണ്ട് അല്ലെ? അപ്പൊ എന്താ മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ? is performed, medical examination is performed in order to observe the candidate's stamina, candidate's stamina, ക്ഷമ അതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? Dash is performed എന്ന് പറയാം. കാൻഡിഡേറ്റ്സിന്റെ സ്റ്റാമിന ഓർ പേഷ്യൻസ് ലെവൽ, ക്ഷമ എന്തെങ്കിലും പ്രഷറോ കാര്യങ്ങളോ വരികയാണെങ്കിൽ അവന്റെ എത്രത്തോളം അതിന് ഇങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് അതൊക്കെ അറിയാനും. Okay, as there are several jobs. പല ജോലിക്കും നമുക്ക് കൂടുതൽ ക്ഷമ വേണ്ടി വരുന്ന പല ജോലികളും ഉണ്ട്. Medical examination evaluate whether the candidates possess these qualities or not. മെഡിക്കൽ എക്സാമിനേഷൻ എന്ത് ഇവാലുവേറ്റ് ചെയ്യുന്നു? കാൻഡിഡേറ്റ്സിന് ആ ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ? ആ ക്വാളിറ്റി ഉണ്ടോ? സ്റ്റാമിന ഉണ്ടോ? ആ ജോലി ചെയ്യാൻ അവർക്ക് പറ്റോ ഇല്ലയോ? അല്ലെ? മെഡിക്കൽ എക്സാമിനേഷൻ, മെഡിക്കൽ പരിശോധനകളൊക്കെ ചെയ്യുന്നത് അവർക്ക് ആ ജോലി ചെയ്യാൻ അവർ ഓക്കെ ആണോ അല്ലയോ? അതിനുള്ള എന്തുണ്ട്? ക്വാളിറ്റീസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. മെഡിക്കൽ examination evaluates whether the candidates possess these qualities or not. It identifies the deficiency of selective and qualitative placement for the positive course and not for the rejection only. ഇത് ഈ സെലക്ഷൻ ഈ നമ്മുടെ മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതല്ല. കണ്ടോ? And not for the rejection only. ഇത് റിജക്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാരണത്തിനായിട്ടുള്ള ഒരു തിരഞ്ഞെടുക്കപ്പെട്ടതും ഗുണമേന്മയുള്ള ഒരു പ്ലേസ്മെന്റിന്റെ പോരായ്മകൾ ഇത് തിരിച്ചറിയുന്നു. To identify the deficiency of selective and qualitative placement. അതിന്റെ സെലക്റ്റീവ് ആൻഡ് ഒരു പ്ലേസ്മെന്റിന്റെ പോരായ്മകളും നമുക്കിത് തിരിച്ചറിയുന്നു. പ്ലേസ്മെന്റ് പഠിക്കാനുണ്ട് കേട്ടോ. പ്ലേസ്മെന്റിന്റെ പോരായ്മകളും നമുക്ക് അവിടെ ഐഡന്റിഫൈ ചെയ്യുന്നു. അല്ലാതെ ഇത് മെഡിക്കൽ എക്സാമിനേഷൻ കാൻഡിഡേറ്റ്സിനെ അതിൽ നിന്ന് റിജക്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ല ഈ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്നത്. ഇനി it also indicate the suitability of the candidates for the job. ഇനി ഇതെന്തുകൂടി കാണിക്കുന്നു? ആ ജോലിക്ക് കാൻഡിഡേറ്റ്സ് സ്യൂട്ടബിൾ ആണോ എന്നുള്ളതും ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. It also indicates the suitability of a candidate for a job. ആ ജോലിക്ക് കാൻഡിഡേറ്റ്സ് സ്യൂട്ടബിൾ ആണോ, suitability അത് കാണിക്കുന്നു. And prevent his transfer to other job position. And prevent എന്ന് തടയുക. അവന്റെ ട്രാൻസ്ഫർ വേറെ ജോലി പൊസിഷനിലേക്കുള്ള ട്രാൻസ്ഫറിനെയും തടയുക.
തടയുന്നു. എന്ന് വെച്ചാൽ എന്താ, ഇപ്പൊ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ കഴിയാതെ ഞാൻ ഒരു ജോലി, ഒരു പോസ്റ്റിലേക്ക് കയറി, അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്കത് എന്താ പറയാ, എന്റെ ശരീരം കൊണ്ട് എനിക്ക് പറ്റുള്ള എനിക്ക് അല്ലെ, എനിക്ക് ആ ജോലി ചെയ്യാൻ സ്റ്റാമിന ഇല്ല, അപ്പൊ തന്നെ എന്നെ വേറെ പോസ്റ്റിലേക്ക് ആക്കണ്ടേ അല്ലെ, അപ്പൊ അത് എന്നെ വേറെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണ്ടേ, and അതിലും തടയാൻ പറ്റും. എന്നാൽ നേരെ ആള് നമ്മൾ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തി ആ ജോലിക്ക് കറക്റ്റ് ആയിട്ടുള്ള ആള്, ആ നല്ല സ്റ്റാമിന, ആ ജോലി ചെയ്യാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളെ നമ്മൾ ആദ്യം തന്നെ സെലക്ട് ചെയ്യും. മെഡിക്കൽ എക്സാമിനേഷൻ ഒക്കെ നടത്തി സെലക്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആ ട്രാൻസ്ഫർ ഒഴിവാക്കാൻ പറ്റൂലേ അല്ലെ, ആ ജോലിന് പിന്നെ എല്ലാ കാലവും ആ ജോലി തന്നെ നിന്നാ മതി, പിന്നെ വേറെ ട്രാൻസ്ഫറിന്റെ ആവശ്യമില്ല. അതാണ് പറഞ്ഞേക്കുന്നത്. And prevented his transfer to other job position. മറ്റ് ജോബ് പൊസിഷനിലേക്കുള്ള ട്രാൻസ്ഫറും പ്രിവെന്റ് ചെയ്യാം. ക്ലിയർ ആയോ? മെഡിക്കൽ എക്സാമിനേഷൻ എന്താണുള്ളത്? എന്താ പറഞ്ഞത്? മെഡിക്കൽ എക്സാമിനേഷൻ is performed in order to observe the candidate's stamina or patient level. കാൻഡിഡേറ്റ്സിന്റെ ക്ഷമ, സ്റ്റാമിന അത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്നത്. അപ്പൊ പല ചോദിക്കും നമുക്ക് കുറെ ക്ഷമ വേണ്ട ജോലികൾ ഉണ്ട്. മെഡിക്കൽ examination evaluate whether the candidate possesses these qualities or not. ആ ജോലി ചെയ്യാൻ പറ്റുന്ന അതിന്റെ ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാൻ മെഡിക്കൽ എക്സാമിനേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി it identifies identify deficiencies of selective and qualitative placement for the positive post and for the rejection only. ഈ മെഡിക്കൽ എക്സാമിനേഷൻ നടക്കാന്ന് പറഞ്ഞതേ കാൻഡിഡേറ്റ്സിനെ അതിന് റിജക്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ല അവര് ചെയ്യുന്നത്. എന്താ, ഒരു പ്ലേസ്മെന്റിന്റെ പോരായ്മകൾ തിരിച്ചറിയാനും ഇത് സഹായിക്കുന്നു. It also indicates the suitability of the candidates for the job. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. മെഡിക്കൽ എക്സാമിനേഷൻ indicate the suitability of a candidate for a job and prevent his transfer. മനസ്സിലായില്ലേ? ആ ട്രാൻസ്ഫർ പ്രിവെന്റ് ചെയ്യാനും പറ്റും. ഇനി മെഡിക്കൽ എക്സാമിനേഷൻ is performed to place the right candidates at the right job. അണ്ടർലൈൻ ചെയ്തേ. എന്തിനാ നമ്മൾ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്നത്? is performed to place the right candidates at the right job. അല്ലെ, ശരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ശരിയായ ജോലിയിൽ പ്ലേസ് ചെയ്യാൻ അല്ലെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്നു. അണ്ടർലൈൻ ചെയ്തത്. where they can function without any kind of ill. അല്ലെ, ഇനിയിപ്പോ ജോലിക്ക് കയറിയതിനു ശേഷം വേറെ രോഗങ്ങള് അല്ലെങ്കിൽ അങ്ങനെയൊന്നും വരാതെ വേറെ തരത്തിലുള്ള രോഗങ്ങളോ എഫക്റ്റുകളോ ഓരോ ഹെൽത്തിന്, ആരോഗ്യത്തിന് നഷ്ടമൊക്കെ വരാത്ത രീതിയിൽ അവന് നല്ല രീതിയിൽ ആ ജോലി നിർവഹിക്കാൻ ഈ മെഡിക്കൽ എക്സാമിനേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. അതായത് മെഡിക്കൽ എക്സാമിനേഷൻ നടത്തി ആ കാൻഡിഡേറ്റ്സ് ഓക്കെ ആണെങ്കിലാണ് നമ്മൾ ആ ജോലിയിലേക്ക് അവനെ ഇടുള്ളൂ അല്ലെ. അപ്പൊ വേറെ ആ ജോലി കയറി കഴിഞ്ഞാൽ അവന് ഫിറ്റ് ആണ് അതിന്. അപ്പൊ വേറെ തരത്തിലുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യത്തിന് വലിയ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വേറെ സൈഡ് എഫക്ട്സോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ ഒന്നും കൂടാതെ നല്ല രീതിയിൽ ജോലി ചെയ്യാൻ പറ്റുന്നു. ഇറ്റ് ഈസ് ജനറലി പെർഫോംഡ്. ഇനി മെഡിക്കൽ അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. മെഡിക്കൽ എക്സാമിനേഷൻ ഈസ് പെർഫോംഡ് ടു പ്ലേസ് ദ റൈറ്റ് കാൻഡിഡേറ്റ്സ് അറ്റ് ദ റൈറ്റ് ജോബ്. ഓക്കെ. ഇനി ഇറ്റ് ഈസ് ജനറലി പെർഫോംഡ്. ഇനി ആരാണ് ഈ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്നത്? ആരാണ് നടത്തുന്നത്? ബൈ ദ ഓർഗനൈസേഷൻ ഓൺ ഫിസിഷ്യൻ. ഓർഗനൈസേഷന്റെ സ്വന്തം ഫിസിഷ്യനോ ഓർ മെഡിക്കൽ ഓഫീസർ ഓതറൈസ്ഡ് ബൈ ദ ഓർഗനൈസേഷൻ. ആരാണ് നടത്തുന്നത്? ഓർഗനൈസേഷൻ അംഗീകരിച്ചിട്ടുള്ള അനുമതിയുള്ള ഓഫീസറോ മെഡിക്കൽ ഓഫീസറോ ആണ് ഈ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്നത്. അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. Medical examination is performed by the organization's own physician or medical officer authorized by the organization. Organization അംഗീകരിച്ചിട്ടുള്ള അനുമതിയുള്ള ആ സ്ഥാപനത്തിന്റെ അംഗീകാരമുള്ള മെഡിക്കൽ ഓഫീസറിനോ ഓർഗനൈസേഷന്റെ സ്വന്തം ഫിസിഷ്യനോ ഈ മെഡിക്കൽ എക്സാമിനേഷൻ നടത്താൻ പറ്റും. ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങള്? ഓക്കെ, 4 സ്റ്റെപ്പ് വരെ നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ അത് നമുക്ക് കറക്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ. എപ്പോഴും ചോദിക്കാറുണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ഏത്, ലാസ്റ്റ് സ്റ്റെപ്പ് ഏത്. ഫസ്റ്റ് സ്റ്റെപ്പ് സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ്.
രണ്ടാമത്തെ സ്റ്റെപ്പ് സെലക്ഷൻ ടെസ്റ്റുകൾ നടത്തി, അതിനുശേഷം സെലക്ഷൻ ഇന്റർവ്യൂ നടത്തി, അടുത്തതിന് ശേഷം മെഡിക്കൽ എക്സാമിനേഷൻ. കണ്ടോ, 4 സ്റ്റെപ്പ് നമ്മൾ ഇന്ന് പറഞ്ഞു. ഇനി 2 കൂടെ ഉള്ളൂ, റെഫറൻസ് ചെക്ക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ, ഹയറിംഗ് ഡിസിഷൻ. അത്രയാണ് ഒരു സെലക്ഷൻ. ലാസ്റ്റ് സ്റ്റെപ്പാണ് ഹയറിംഗ് ഡിസിഷൻ. സെലക്ഷൻ പ്രൊസീജിയറിലെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇത് സെലക്ഷൻ, നമ്മള് ഹയറിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങള് എല്ലാവരും ഒന്ന് വായിച്ചു വെക്കുക. ഇനി നമ്മള് ഞാന് എന്താ പറയാ, നിങ്ങൾ ആ ടേബിള് നമ്മൾ നോട്ട് ചെയ്തത് വായിക്കുക. പിന്നെ ഇവിടെ ഓരോ 4 സെന്റൻസും ഞാൻ അടയാളപ്പെടുത്തി തന്നിട്ടുണ്ട്. അത് ആ സെന്റൻസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം കേട്ടോ. അപ്പൊ ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ്, ഫോൾസ് പോസിറ്റീവ്, ഫോൾസ് നെഗറ്റീവ് എന്നുള്ളതില്ലേ, അത് 4ഉം നോക്കി വെക്കുക. ആ സെന്റൻസ് അതേപോലെ തന്നെ പഠിച്ചു വെക്കുക. അതിൽ നിന്ന് നമുക്ക് ചോദിക്കാം. ഞാൻ പറഞ്ഞത് ആദ്യത്തെ നിങ്ങൾക്ക് ക്ലിയർ ആണ്, ഓക്കെ ആണ് അല്ലെ? ആദ്യത്തെ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്, ട്രൂ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ കമ്പനി ശരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ശരിയായി ചെയ്തു അല്ലെ? ഗുഡ് ഫിറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഹയറിംഗ് പ്രോസസ്സിലൂടെ വിജയകരമായി കണ്ടെത്തി. 2 പേരും സക്സസ് ആണ്. ഓർഗനൈസേഷന്റെ ഭാഗത്തുനിന്ന് സക്സസ്, കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്തുനിന്ന് സക്സസ്. ക്ലിയർ അല്ല? ഒന്നാമത്തെ നമ്മൾ എഴുതിയതാണ് കേട്ടോ, ഞാൻ നോട്ട് ചെയ്യാൻ പറയുന്നത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എന്താണ്? ഗുഡ് ഫിറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഹയറിംഗ് പ്രോസസ്സിലൂടെ വിജയകരമായി കണ്ടെത്തി. അതായത് കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്തു നിന്നും ഓർഗനൈസേഷന്റെ ഭാഗത്തു നിന്നും സക്സസ് ആണ്. ഇനി രണ്ടാമത്തെ ട്രൂ നെഗറ്റീവ്. നമ്മൾ എന്താ എഴുതി വെച്ചത്? ആ റോളിന് ഗുഡ് ഫിറ്റ് അല്ലാത്തത് കൊണ്ട് കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യുന്നു. ആ റോളിന് ഗുഡ് ഫിറ്റ് അല്ലാത്തത് കൊണ്ട് കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യുന്നു. അതായത് ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഫെയിലിയർ പ്രെഡിക്റ്റഡ്, കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് ഫെയിലിയർ ആണ്. അടുത്തത് നമ്മൾ പറഞ്ഞത് ഫോൾസ് പോസിറ്റീവ് ആണ്. അടുത്തത് ഫോൾസ് പോസിറ്റീവ്. ഫോൾസ് പോസിറ്റീവിൽ എന്താ എഴുതി വെച്ചത്? നമ്മള് നിയമിക്കപ്പെട്ട കാൻഡിഡേറ്റ്സിനെ നിയമിക്കപ്പെട്ട കാൻഡിഡേറ്റ്സ് പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിൽ പരാജയപ്പെട്ടു. ഞാൻ നിങ്ങൾ എഴുതി വെച്ചത് ഒന്നോടെ നോട്ട് ചെയ്യാൻ വേണ്ടി പറയണേട്ടോ. നിയമിക്കപ്പെട്ട കാൻഡിഡേറ്റ്സിനെ പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിൽ പരാജയപ്പെട്ടു. എന്താ ഫോൾസ് പോസിറ്റീവ്? എ കാൻഡിഡേറ്റ് who was hired fails to perform as expected. False positive. അതായത് എന്താ? ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് സക്സസ് പ്രെഡിക്റ്റ് ചെയ്തു, കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് ഫെയിലിയർ ആണ്. ഇനി ലാസ്റ്റത്തെ ഫോൾസ് നെഗറ്റീവ് ആണ്. ഫോൾസ് നെഗറ്റീവിൽ എന്താ നമ്മൾ നോട്ട് ചെയ്തേ? മികച്ച പ്രകടനം കാഴ്ചവെക്കാമായിരുന്ന ഒരു ആപ്ലിക്കൻസിനെ നിരസിക്കുന്നു. An applicant who would have performed well is rejected. നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യുന്നു. അതാണ് ഫോൾസ് നെഗറ്റീവ് എറർ. An applicant who would have performed well is rejected. Okay, false negative. അതായത് ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് ഫെയിലിയർ പ്രെഡിക്റ്റ് ചെയ്തു, കാൻഡിഡേറ്റ്സ് വിജയിക്കാൻ പറ്റുന്ന ആളാണ്, സക്സസ് തന്നെയാണ്. കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് സക്സസ്. അത്രയും ഒന്ന് നോക്കി വെക്കണം കേട്ടോ ഇന്ന്. ഓക്കെ, ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. മെഡിക്കൽ എക്സാമിനേഷൻ വരെ നമ്മൾ തീർത്തിട്ടുണ്ട് കേട്ടോ. ഇനി 2 സ്റ്റെപ്പ് കൂടെ ഉള്ളൂ. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.